2008 പുറത്തിറങ്ങിയ ഒരു ബ്രഹ്മാണ്ഡ സോറി ബ്രഹ്മ വീണ്ടും സോറി വിജയുടെ കരിയറിൽ ഒരു കൂതറപ്പടമാണ് കുരുവി. ആക്ഷൻ കോമഡി ജേണറിൽ വരുന്ന ചിത്രം ഫാൻസുകാർക്ക് എപ്പോഴും ഒരു പേടി സ്വപ്നമാണ്. ഈ പടത്തിലെ ഒരു സീൻ പോലും ഒരു ആരാധകൻ കാണാൻ ആഗ്രഹിക്കുന്നില്ല. എങ്ങനെ മറന്നു കളയാമെന്ന് ആഗ്രഹിച്ചിരിക്കുകയാണ് ഇത്. കുരുവി ഇടയ്ക്കിടയ്ക്ക് കൈരളി ടി വി ഇടാറുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം കൈരളി ടി വി വെക്കാറില്ല. കാരണം അടുത്ത് വിജയ് ഫാൻ അല്ലാതെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ടെങ്കിൽ പെട്ടു മോനെ. ഏതൊരു വിജയ് ഫാനിനും കുരുവി ചിത്രം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടാവും. കാരണം ഇപ്പോൾ നാട്ടിലുള്ള ഫ്രണ്ട്സൊക്കെ ഫാൻ പേറ്റ് വരുമ്പോൾ അവിടെ ട്രോൾ ആരംഭിക്കുന്ന പടം കുരുവി. വീട്ടിൽ കസിൻസൊക്കെ ഫാൻ പേറ്റ് ആയിട്ട് വരുമ്പോൾ അവിടെയും ട്രോൾ എടുക്കുന്ന പടം കുരുവി. ഇന്ന് ശരി കോളേജ് എങ്കിലും രക്ഷാ വെച്ചാ അവിടെയും ഫാൻ ഫൈറ്റിന് ട്രോളുന്ന പടം കുരുവി. കൂടാതെ യൂട്യൂബ് തുറന്നാൽ 100 കണക്കിന് റോസ്റ്റുകൾ. ഇനി അഥവാ വിജയുടെ എന്തെങ്കിലും പോസ്റ്ററിൽ ചുമ്മാ ചാടുന്ന പിക്ചർ വെച്ചാലേ ഡേ കുരുവി കുരുവി ഇത് തന്നെയായിരിക്കും. അങ്ങനെ വിജയ് ഫാൻസിന് കിട്ടുന്ന ഒരു ടോർച്ചറാണ് ഈ പടം. എല്ലാ നടന്മാരുടെ ഫാൻസിനും ഇതുപോലൊരു ടോർച്ചർ പടം ഉണ്ടാകും. വിജയ് ഫാൻസിന് അതിലൊരു പടമാണ് ഇത്. ഞാൻ ഈ കുരുവിയിലെ ഒരു സീൻ പോലും ഇപ്പോൾ കാണാറില്ല. പാട്ട് പോലും കേൾക്കാറില്ല. കാരണം പാട്ട് കേട്ടാൽ ഈ പടമൊക്കെ ഓർമ്മ വരും. അങ്ങനെ തള്ളി വിട്ട ഈ പടത്തിനെ ഈ വീഡിയോ ചെയ്യാൻ കണ്ടതിന് വേണ്ടി ഞാൻ ഈ പടം ചെറുപ്പത്താണ് കണ്ടത്. പിന്നെ ഈ പടം ഇപ്പോൾ കണ്ടിട്ട് കൂടിയില്ല. പക്ഷേ ഇന്നലെ കണ്ടപ്പോൾ വളരെ സൂപ്പറായിട്ടുള്ള ഒരു പടമായിട്ടാണ് തോന്നിയത് എന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ, നമ്മൾ ഉച്ചയ്ക്ക് കിടന്നുറങ്ങി ഒരു 6 മണിക്ക് എണീച്ച് കഴിഞ്ഞുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഈ പടം കാണുമ്പോൾ കിട്ടുന്നത്. നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആക്ടറിൻ്റെ കൂതറപ്പടം കാണുന്നത് വളരെ വിഷമമുള്ള ഒരു കാര്യമാണ്. എല്ലാ ആക്ടറിൻ്റെ ഫാൻസിനും ഇങ്ങനൊരു സംഭവം ഉണ്ടാവും. ഈ പടം എന്തുകൊണ്ടാണ് ഇത്രയും ദുരന്തമായെന്ന് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഈ പടം ട്രോൾ ചെയ്യുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല. നമ്മളെപ്പോഴും ഒരു ആക്ടറിൻ്റെ ജെന്യൂൻ ആയിട്ടുള്ള ഫാനാകുക. മോശം വന്നാൽ മോശം എന്ന് പറയുക, നല്ലതെന്ന് നല്ലതെന്ന് പറയുക. കുരുവി സിനിമയിൽ ഗ്രാവിറ്റി പോലും വിറയ്ക്കുന്ന തരത്തിലുള്ള ഇല്ലോറിങ് സീൻസാണ് ഈ പടത്തിലെ ഏറ്റവും ലോ പേസ് എന്ന് പറയാൻ പറ്റുക. അത്രയ്ക്കും അലമ്പ് സീനാണ്. അണ്ടർ വാട്ടറിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് പറന്നു വരുന്ന സീൻ ഇൻട്രോ, ബിൽഡിങ്ങിന് മേലെ നിന്ന് കിലോമീറ്റർ അപ്പുറമുള്ള സ്ഥലത്തേക്ക് ചാടുന്നുള്ള സീന്, കാർ റേസിംഗ് പറഞ്ഞിട്ട് കാട്ടിക്കൂടുന്ന സീൻസ്, മൊത്തത്തിൽ ആ സീനൊക്കെ വരുമ്പോൾ തന്നെ വൺ ഡൗൺ ആണ് ഈ പടം. ഈ പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ധരണി, അതായത് ഒക്കൂട്ട് റീമേക്ക് എടുത്ത് ഗില്ലി പോലുള്ളൊരു എക്സ്ട്രാ ഓർഡിനറി മൂവി ചെയ്ത് അടുത്ത ധരണിയാണ് ഈ പടം ഡയറക്റ്റ് ചെയ്യിക്കുന്നതെന്ന് പറയുന്നതിന് വിശ്വസിക്കാനേ പറ്റില്ല. ഒരുപക്ഷെ ആ കാലത്ത് തെലുങ്ക് മസാല പടമൊക്കെ അടുപ്പിച്ച് ഇറ്റടിച്ചു കൊണ്ടിരുന്ന കാലമായതുകൊണ്ടാണോ അറിയില്ല ധരണി വേണ്ട ദിനവ കാണിച്ചത്. പിന്നെ ഈ പടത്തിൽ വന്നുപോയ ഒരു ക്യാരക്ടർ പോലും എന്തിനോ വേണ്ടി എന്തൊക്കെയോ ചെയ്ത പോലെയാണ് വന്നിരിക്കുന്നത്. ഒരു ക്യാരക്ടറായിട്ടും ഒരു ഇമോഷണൽ കണക്ഷനോ തോന്നിക്കാത്തൊരു പടമാണ് ഇത്. പിന്നെ ഒരു സീൻ കഴിഞ്ഞ് അടുത്ത സീൻ വരുന്നതിന് ഒരു തരത്തിലും ബന്ധമില്ലാത്ത തരത്തിലാണ് ഈ പടം മേക്ക് ചെയ്തിരിക്കുന്നത്. ഒരു സീനിനും അടുത്ത സീനിനും വലിയൊരു ബന്ധം ഉണ്ടായില്ല. എന്തൊക്കെയോ കുറെ കാട്ടിക്കൂട്ടുന്നു അല്ലാതെ സ്ക്രീൻ പ്ലേ വളരെ അൾട്ര ഷിറ്റാണ് ഈ പടത്തിൻ്റെ. പക്ഷെ ഒരു കാര്യം സമ്മതിക്കണം, സ്ക്രിപ്റ്റ് നല്ലതാണ്. സ്ക്രിപ്റ്റിനൊന്ന് അപ്ഗ്രേഡ് ചെയ്ത ഒരു ഹെവി ആയിട്ടുള്ളൊരു പേനൻ്റെ പടം ചെയ്യാൻ പറ്റുമായിരുന്നു. സ്ക്രിപ്റ്റ് നന്നായാലും സ്ക്രീൻ പ്ലേ മൂഞ്ചൽ എന്ത് സംഭവിക്കും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കുരുവി. പക്ഷേ ഒരു ദുരന്തം പടമാണെങ്കിലും ചില സീൻസൊക്കെ ഡീസൻ്റ് ആയാലും ഉണ്ട് കേട്ടോ. ഇതിൽ വിജയുടെ ചില ഡെയിലി സീൻസൊക്കെ നന്നായിട്ടുണ്ട്. ആ ബാറ് ഫൈറ്റ് സീന്, മുമ്പത്തെ വിവേകമായിട്ട് വരുന്ന സീന്, മാസയിലൊക്കെ കൃത്യമായിട്ട് തന്നെ വർക്കായിട്ടുണ്ട്. അതുപോലെ 1-2 കോംബോ സീൻസൊക്കെ ആവറേജ് ലെവൽ തോന്നിയിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഈ പടത്തിലെ BGM വർക്കും സോങ്സൊക്കെ അത്യാവശ്യം നൈസാണ്. ആർട്ടുകളൊക്കെ വിദ്യാസാഗർ അടിപൊളിയായി തന്നെ എടുത്തിട്ടുണ്ട്. സോങ് കൊറിയോഗ്രാഫിയും ഈ പടത്തിൽ നല്ലതാണ്. വിജയുടെ പടത്തിന് പ്രത്യേകത വെച്ചാൽ എത്ര മോശം പടമാണെങ്കിലും നല്ല സോങ്സ് ഉണ്ടാകും. അങ്ങനെയായിരുന്നു ഗോട്ടിന് മുൻപേ വരെ. പിന്നെ ആർക്കും കുരുവി ചിത്രത്തെക്കുറിച്ച് അറിയാത്തൊരു കാര്യമുണ്ട് കേട്ടോ. അതിപ്പോൾ ഇവിടെ വെളിപ്പെടുത്താം. എന്താണെന്നറിയോ? ഈ പടം ബോക്സ് ഓഫീസിൽ പൊട്ടിയിട്ടില്ല എന്നതാണ്. ഇതൊരു ഷോക്കിംഗ് ആയുള്ള ന്യൂസ് ആയിരിക്കല്ലേ? ശരിയാണ്, ഈ പടം ബോക്സ് ഓഫീസിൽ ബ്രേക്ക് ഈവൻ നേടിയ പടമാണ്. വലിയ വിജയമായില്ലെങ്കിലും ജസ്റ്റ് ഇഷ്ടം തൊട്ടുപോയൊരു പടം. അന്ന് വിജയ് ഡൗൺ പേസിലായതുകൊണ്ട് തന്നെ സാലറിയും ബഡ്ജറ്റൊക്കെ ഈ പടത്തിന് കുറവാണ്. ഏകദേശം 17 കോടിയോളം വരും ഇതിൻ്റെ ബഡ്ജറ്റ്. കളക്ഷനായി കിട്ടിയിരിക്കുന്നത് 35 കോടിക്ക് മുകളിലാണ്. പ്രൊഡ്യൂസർ തൊട്ട് ട്രാക്കേഴ്സ് വരെ ഈ പടം സേഫാണ് എന്ന് തന്നെയാണ് ഒഫീഷ്യലി പറഞ്ഞിട്ടുള്ളത്. ഈ പടം ഹിറ്റാണ് എന്ന് പലവർക്കും അറിയില്ല. അപ്പോൾ ഇനി ഇതുപോലുള്ള ഏത് പടം അനലൈസ് ചെയ്യണമെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ താഴെ കാണുന്ന ലൈക്ക് ബട്ടണും ഷെയർ ബട്ടണും തട്ടി വിടുക. തീർച്ചയായിട്ടും സബ്സ്ക്രൈബും ബെൽ ബട്ടണും ഓണാക്കി വിടാൻ ശ്രമിക്കുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനി കാണാം.